നവീൻ ബാബുവിനെ പോലെ തന്നെ മുളങ്ങാശ്ശേരിയിൽ സാബുവിനെ കൊലക്കി കൊടുത്തുവെന്ന് സജി മഞ്ഞക്കടമ്പിൽ. നിക്ഷേപത്തുക ചോദിച്ച് ബാങ്കിലെത്തിയ സാബുവിനെ കയ്യേറ്റം ചെയ്ത സ്റ്റാഫ് ബിനോയും സാബു പരാതി പറയാൻ വിളിച്ചപ്പോൾ അടി വാങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ CPM മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ സജിയുമാണ് സാബുവിന്റെ മരണത്തിലെ 1ഉം 2ഉം പ്രതികളെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണി വേണ്ടി വന്നാൽ ഏതവനെയും അടിക്കണം, അടി കൊടുത്താലേ പ്രസ്ഥാനം നിലനിൽക്കൂ എന്നും CPM അണികൾക്ക് നൽകിയ നിർദ്ദേശമാണോ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് സജിക്ക് പ്രചോദനമായെന്ന് അന്വേഷിക്കണമെന്നും ഇത്തരം ഭീഷണി ആഹ്വാനം നടത്തുന്ന നേതാക്കളും സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളാണെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ADM നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തി കൊന്നതുപോലെ തന്നെയാണ് കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവിനെയും കൊലക്കി കൊടുത്തതെന്നും സജി പറഞ്ഞു. ADM നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തിയതുപോലെ തന്നെയാണ് കട്ടപ്പന മുളങ്ങാശ്ശേരി ബാബുവിനെയും ഇന്നലെ ഭീഷണിപ്പെടുത്തി ഈ കൊലയ്ക്ക് കൊടുത്തതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകൻ അവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ചികിത്സാർത്ഥം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ മക്കളുടെ പഠന ആവശ്യങ്ങൾക്കായി പണം തിരികെ ചോദിച്ചപ്പോൾ ഓഫീസിലെത്തിയ അദ്ദേഹത്തെ അവിടെ ജീവനക്കാരനായ ബിനോയി ഈ കയ്യേറ്റം ചെയ്യുകയും അതിനെ പരാതി പറയുവാൻ CPMന്റെ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ സജിയെ വിളിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ ഭീഷണിയോടുള്ള ആ പ്രതികരണവുമാണ് ബാബുവിൻ്റെ കൊലപാതകത്തിന് കാരണം. ശരിക്കും 1ഉം 2 പ്രതികളായി ഈ ബിനോയിയും അല്ലെങ്കിൽ സജിയെയും പ്രതികളാക്കണമെന്ന് ആണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, CPMനെ സംബന്ധിച്ചിടത്തോളം CPM നേതാവായിരുന്ന അല്ലെങ്കിൽ മുൻ മന്ത്രി കൂടിയായിരിക്കുന്ന സഖാവ് MM മണി എന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അടിക്കണം, ആരെയും അടിക്കണം, അടിച്ചെങ്കിലേ പ്രസ്ഥാനം വളരൂ എന്ന് പറഞ്ഞ CPMന്റെ അണികൾക്ക് ആഹ്വാനം നടത്തിയതിൻ്റെ പ്രചോദനമാണോ സജിക്ക് ഈ ഭീഷണിയുടെ നൽകുവാനുള്ള അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുത്തത് എന്നുകൂടി ഈ അവസരത്തിൽ അന്വേഷിക്കണം. ഇത്തരത്തിൽ ഈ ഭീഷണിപരമായി ആഹ്വാനം നടത്തുന്ന ആളുകളെ കൂടി ഈ കേസുമായി അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയാക്കേണ്ടതാണെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ADM നവീൻ ബാബുവിൻ്റെ കൊലപ്പെടുത്തിയവർ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയവർ അവർ തന്നെയാണ് ഈ ഭീഷണിക്ക് പിന്നിൽ. അവർ തന്നെ ഈ മുളങ്ങാശ്ശേരി ബാബുവിൻ്റെ കൊലപാതകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അടിയന്തരമായ അന്വേഷണം നടത്തിക്കൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു.